ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ ഒരു കാര്യം എങ്ങനെയാണ് മസീഹ് മൗഊദ് മുജദ്ദിദ് എന്ന് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മഹുല്ലാഹു തആല പറയുന്നത് അങ്ങനെ തന്നെ ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ. ആപ്നെ യേ ബി ഫർമായ ഹെ, അതായത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ആ അച്ചി തറ കാൻ കൊൽക്കർ സുൻലോ, നല്ലപോലെ ചെവി തുറന്ന് അത് കേട്ടുകൊള്ളുക. ലോ കെ 14वीं सदी का भी मैं ही मुजद्दिद हूँ, 14ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഞാനാണ്. और 15वीं सदी का भी मैं ही मुजद्दिद हूँ, 15ാം നൂറ്റാണ്ടിലെയും മുജദ്ദിദ് ഞാൻ തന്നെയാണ്. और 16वीं सदी का भी मैं ही मुजद्दिद हूँ, 16ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഞാൻ തന്നെയാണ്. और 17वीं और 18वीं और 19वीं और 20वीं सदियों का भी मैं ही मुजद्दिद हूँ, 16ഉം 17ഉം 18ഉം 19ഉം 20ഉം നൂറ്റാണ്ടുകളിലെ മുജദ്ദിദും ഞാൻ തന്നെയാണ്. ഇതാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്ന് ഖലീഫത്തുൽ മസീഹ് സാലിസ് പറയുന്നു. ക്യോങ്കി മേ സിർഫ് സദീഹി ക മുജദ്ദിദ് നഹീ, കാരണം ഞാൻ നൂറ്റാണ്ടിന്റെ മാത്രം മുജദ്ദിദ് അല്ല, ബൽക്കെ ഇസ് ആഖിരി ഹസാർ ക മേ ഹി മുജദ്ദിദ്, ഈ അവസാനത്തെ 1000ന്റെ മുജദ്ദിദ് ഞാനാകുന്നു. बस नई सदी के सर पर नए मुजद्दिद का सवाल ही बाकी नहीं रहता. പുതിയ നൂറ്റാണ്ടിന്റെ പിറവിയിൽ പുതിയൊരു മുജദ്ദിദിനെ കുറിച്ചുള്ള ചോദ്യം പോലും ഉദിക്കുന്നില്ല. अगर आप सिर्फ सदी के सर के मुजद्दिद होते तो बाज़ लोग ये सवाल कर सकते थे कि जो सदी आ रही है उसके सर पर कौन मुजद्दिद होगा. അദ്ദേഹം റസൂൽ തിരുമേനി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ നൂറ്റാണ്ടിന്റെ തലക്കൽ വന്ന മുജദ്ദിദ് മാത്രമായിരുന്നുവെങ്കിൽ അടുത്ത നൂറ്റാണ്ട് പിറക്കുമ്പോൾ ആളുകൾക്ക് ചോദിക്കാമായിരുന്നു ഈ നൂറ്റാണ്ടിൽ ഇനി ആരാണ് മുജദ്ദിദ് എന്ന്. അതിനുശേഷം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഉദ്ധരണി ഈ കാര്യം പറഞ്ഞത് ഞാൻ എടുത്ത് മുമ്പിൽ വെക്കുകയാണ്. ഞാൻ 1000 വർഷങ്ങളുടെ കണക്ക് പറഞ്ഞത് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മസീഹ് ഉദ്ധരണി വായിച്ച് തർജ്ജമ ചെയ്യുമ്പോൾ ടൈം ഒരുപാട് കൂടിപ്പോവും, പെട്ടെന്ന് തന്നെ നിർത്തുകയും വേണം. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയണേ, ക്യോങ്കി ഇസ് ഹസാർ മേ അബ് ദുനിയാ കി ഉമർ കാ ഖാത്മ ഹൈ, ഈ 1000 സഹസ്രം വർഷം, അടുത്ത ഈ 1000 വർഷം, താൻ വന്നതിന് ശേഷമുള്ള 1000 വർഷത്തിൽ ഈ ലോകത്തിന്റെ ആയുസിന്റെ അവസാനത്തെ 1000 വർഷമാണിത്. അത് ആ ദിവസം അവസാനിക്കണല്ല പറഞ്ഞ് 1000 വർഷത്തിന്റെ കണക്കിൽ അവസാനത്തെ വർഷമാണിത്. ജിസ് പർ തമാം നബിയോനെ ഷഹാദത്ത് ദി ഹെ, അക്കാര്യത്തിൽ എല്ലാ പ്രവാചകന്മാരും സാക്ഷ്യം നൽകിയിട്ടുണ്ട്. और ये इमाम जो खुदा तआला की तरफ से है मसीह मौद कहलाता है. ഈ സമയത്ത് ഈ 1000ൽ വന്നിട്ടുള്ള ഇമാമിനെ മസീഹ് മൗഊദ്, വാഗ്ദത്ത മസീഹ് എന്നാണ് അള്ളാഹു വെച്ചിട്ടുള്ള ഇയാളുടെ പേര്. वो मुजद्दिद व सदी भी है, वो मुजद्दिद सदी भी है और मुजद्दिद अल्फ आखिर भी. അദ്ദേഹം ഈ നൂറ്റാണ്ടിന്റെ മുജദ്ദിദുമാണ്, ഈ 1000 നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് കൂടിയാണ്, രണ്ടും കൂടിയായിട്ടുള്ള ആളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്ഥാനം ലില്ലി അഥവാ പ്രതിച്ഛായ എന്ന നിലയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ആ സ്ഥാനത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ടാമത് കൊടുക്കുന്ന സ്ഥാനമാണ് മസീഹ് മൗഊദിലൂടെ. ഒന്നുകൂടെ പറഞ്ഞാൽ ഇത് മസീഹ് മൗഊദിന്റേതല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ പറഞ്ഞതനുസരിച്ച് ആ തിരുമേനിയുടെ രണ്ടാമത്തെ വരവ് റസൂലുള്ളാഹ് തന്റെ ആ പ്രഭാവത്തെയാണ് മസീഹ് മൗഊദിലൂടെ തെളിയിച്ചത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് ചന്ദ്രൻ പ്രകാശിക്കുമ്പോൾ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശമാണ്, ചന്ദ്രന്റേതല്ല സൂര്യന്റേതാണ്. ഇതേപോലെ ആ പ്രവാചകനായ പ്രോജ്വല പ്രഭാകരനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെ അതേപോലെ ചന്ദ്രൻ എന്ന നിലയിൽ, പരിപൂർണ ചന്ദ്രൻ എന്ന നിലയിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഒന്നാമത്തെ ചന്ദ്രൻ, രണ്ടാമത്തെ ചന്ദ്രൻ, മൂന്നാമത്തെ ചന്ദ്രൻ എന്നത് പരിപൂർണങ്ങളല്ലാതെ വ്യത്യസ്ത ചന്ദ്രനായിരുന്നുവെങ്കിൽ അതേ സമയത്ത് ആ ചന്ദ്രബിംബങ്ങൾക്ക് മുജദ്ദിദീങ്ങളുടെ സ്ഥാനമാണെങ്കിൽ 14ാം നിലാവിലെ പരിപൂർണ ചന്ദ്രനായിക്കൊണ്ട് ഞാൻ വരുമ്പോൾ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന സൂര്യന്റെ പൂർണ്ണ പ്രകാശം പകൽ വെളിച്ചം പോലെ നിങ്ങൾക്ക് നൽകുകയാണ് ചെയ്തത്. അത് ഈ നൂറ്റാണ്ടിന് മുഴുവൻ ഇതായിരിക്കും എന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തുടർന്ന് പറയുന്നു. ലെറ്റർ സിയാൽകോട്ട്, പേജ് നമ്പർ 6, റുഹാനി ഖസായിൻ വോള്യം 20, പേജ് 208 ഈ സഹസ്രത്തിന്റെ മുജദ്ദിദ് എന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. അപ്പോൾ ഖിലാഫത്തിന്റെ ആ സ്ഥാനം, മുജദ്ദിദീങ്ങളുടെ സ്ഥാനം എന്നത് എല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇനി ഈ കാര്യത്തിൽ മനസ്സിലാക്കാനുള്ള സംഗതി, ഖിലാഫത്തെ അയിമ്മ എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞു. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി. ഷഹാദത്തുൽ ഖുർആനിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന ഒരേ സമയത്ത് ബനു ഇസ്രായേൽ 400 പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് ബൈബിൾ സാക്ഷ്യം നൽകുന്നു.
ഒരേ സമയത്ത് 400 പ്രവാചകന്മാർ ബനി ഇസ്രായേൽ ഉണ്ടായിരുന്നു എന്നതിന് ബൈബിൾ സാക്ഷ്യം നൽകുന്നു എന്ന് ഷഹാദത്ത് ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. അപ്പോൾ ആ സാദൃശ്യം കൂടി ഇവിടെ ഉണ്ടാവണമല്ലോ. ആ പ്രവാചകന്മാരുടെ സാദൃശ്യം നമുക്ക് ചരിത്രത്തിലൂടെ ഒന്ന് മനസ്സിലാക്കാം. ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് മുനാഫിക്കുകളിൽ ഒരാൾ പറഞ്ഞു, ഇപ്പോഴും പറയുന്നുണ്ട് ആൾക്കാരെ, 2ാം ഖലീഫന്റെ കാലത്ത് അങ്ങനെയെന്നും 1ാം ഖലീഫന്റെ കാലത്ത് അങ്ങനെ ഞങ്ങൾ അന്നുണ്ടായിരുന്നു കൊണ്ട് ഇപ്പോഴും പറയും അതേ കോലം. ആ വാക്ക് തന്നെ പച്ചിലും തെളിയത് ആരാണ് പറയാണ്, അലിയുടെ കാലത്താണ് ഫീത്തനകൾ വ്യാപിച്ചത്. പക്ഷേ ഉമറിന്റെ കാലത്തോ അബൂബക്കറിന്റെ കാലത്തോ ഉസ്മാന്റെ കാലത്തോ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം അലി അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കാലത്ത് എന്നെ സഹായിക്കാൻ നിന്നെപ്പോലത്തെ ആൾക്കാരുള്ളത്. ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് ഞാനും ഉസ്മാനും കൂടെ ഉണ്ടായിരുന്നു. അതേപോലെ ഉസ്മാന്റെ കാലത്ത് ഞാനുണ്ടായിരുന്നു. അബൂബക്കറിന്റെ കാലത്ത് ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഈ സംഭവം പറയുന്നത് ഒരു സാധാരണ വർത്തമാനമല്ലത്. ഉമർ ബിൻ അലി റളിയല്ലാഹു അൻഹു ഇൽമിന്റെ കവാടം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, തനിക്ക് നൽകിയിട്ടുള്ള ഇൽമുകൾ ഖുർആന്റെ ജ്ഞാനം മാത്രം ഞാൻ എഴുതുകയാണെങ്കിൽ 70 ഒട്ടകങ്ങളുടെ മുകളിൽ അത് ചുമക്കാനുണ്ടാകും എന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ സഹീഹായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഖൗൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൽമല്ലാത്ത ഒരു വാക്ക് അലിയുടെ വാക്കിൽ അത്രയും ശക്തവാനായ പണ്ഡിതനായിരുന്നു. ഇൽമ ലദുന്നിയും നബി തിരുമേനിയുടെ കൂടെ നിൽക്കുവാനുള്ള കഴിവ് നമ്മളെങ്ങനെ കാണുന്ന വെച്ചാൽ റസൂലുള്ളാഹിന്റെ കൂടെ തന്നെ നിൽക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ബന്ധം, ഒരു വീട്ടിലുള്ള ബന്ധം പോലുള്ളൊരു ബന്ധം. അതുകൊണ്ട് 2 അറിവുകൾ ലഭിച്ച ആളായിരുന്നു അദ്ദേഹം പറഞ്ഞത് വെറുതെയല്ല. ഒന്ന് അവലോകനം ചെയ്യാം. ഖുലഫാഉർ റാഷിദീൻ എന്ന് നമ്മൾ പറയുമ്പോഴേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൽ നിന്ന് മാർഗദർശനം സിദ്ധിച്ച റാഷിദായിട്ടുള്ള ഖലീഫ. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് അന്ന് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം റാഷിദ് അല്ലേ? അദ്ദേഹവുമാണ്. ഖലീഫ എന്ന് തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു സ്ഥാനക്കയറ്റം, അള്ളാന്റെ സന്നിധിയിൽ ആ സ്ഥാനമഹിമ ഉണ്ടെങ്കിലും ആത്മീയമായ നിലയിൽ അവിടെ എവിടെ എത്താത്ത നിലത്ത് കിടക്കുന്ന ഒരാളെ വലിച്ചു കയറ്റിയല്ലോ അത്. അപ്പോൾ ആ മഖാമിൽ അദ്ദേഹം അന്നും നിലകൊള്ളുന്നു. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല ഒരിക്കൽ ഒരു പ്രഭാഷണത്തിൽ പറയാണ്, ഖലീഫയായിട്ട് ഞാൻ മാത്രമാണ് ഇവിടെ ഉള്ളതെങ്കിലും ഇവിടെ ഖിലാഫത്തിന്റെ സ്ഥാനത്ത് അള്ളാഹുവിന്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള അള്ളാഹുവിന്റെ ആ മഖാമിലുള്ള ഖലീഫ ഞാനാണ്. ആ മഖാമിലുള്ള ആളുകൾ വേറെയും കുറെ ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് ഈ സദസ്സിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ഒരിക്കൽ ഒരു പുണ്യവാളനായ ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പറഞ്ഞത്, അത് ഗുലാം റസൂൽ രാജകിയെ പോലുള്ള ആളുകളെ പരാമർശിച്ചുകൊണ്ടായിരുന്നു പറഞ്ഞതെന്നാണ്. അതായത് ഗുലാം റസൂൽ രാജകി റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹനീയ സ്ഥാനം ഇൽഹാമും കശ്ഫുക്കും ഉണ്ടായിക്കൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം ഇതിന്റെ ഹയാത്ത് ഖുദ്സി എന്ന ഗ്രന്ഥം വായിക്കുന്നവർക്കറിയാം. അതേപോലെ തന്നെ മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ, ഇസ്ഹാഖ് സാഹിബിന്റെ, അതേപോലെ തന്നെ റോഷലീൽ സാഹിബിന്റെ തുടങ്ങിയിട്ടുള്ള സഹാബത്തിന്റെ ജീവിത ചരിത്രം നമ്മുടെ മുമ്പിലുള്ള ചരിത്രം നമുക്ക് വായിക്കുമ്പോഴറിയാം അവരുടെ മഖാം എന്തായിരുന്നു എന്ന്. ഇതേപോലത്തെ ഒരു മഖാമ് തന്നെയാണ് ആ കാലഘട്ടത്തിൽ അവർക്കുള്ളത്. ഇപ്പം നോക്കുക, ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മഹുല്ലാഹു തആല 1962 ചെയ്ത ഒരു പ്രഭാഷണം അൽ ഇസ്ലാമിലുണ്ട്. റവല്യൂഷനെ കുറിച്ചിട്ട് എവല്യൂഷൻ എന്താണ് എന്ന് അതിൻ്റെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഖലീഫത്തുൽ മസീഹ് സാനി സേറെ റുഹാനിയിൽ പരാമർശിക്കുന്നത്. അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും ഖുർആനിക പഠനങ്ങളും റാബി റഹ്മഹുല്ലാഹു തആല എടുത്തു വെക്കുന്നത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. 2 ഖലീഫമാരും അവിടെ ഉണ്ട്. അന്നേ അതിൻ്റെ ആ ശക്തി, അതിൻ്റെ പ്രഭാവം, ഹുസൂറിൻ്റെ ഖിലാഫത്തിന് മുമ്പുള്ള അതിൻ്റെ പ്രഭാവം നമുക്ക് കാണാൻ സാധിക്കും. ആ ഖിലാഫത്തിൻ്റെ സ്ഥാനത്തിന് ആ മഖാമിൽ എവിടെ എത്തിയ ആളായിരുന്നു ഹുസൂർ എന്ന്. ഇത് നമ്മുടെ അനുഭവത്തിന് വിളിച്ചാണ്. ഇത് അനുഭവത്തിൽ ഞാൻ പങ്കിടുന്നത് എന്തിനെന്ന് വെച്ചാൽ ഖലീഫമാരുടെ സ്ഥാനം കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് മുമ്പോട്ട് പോകേണ്ടത്. അപ്പോൾ ആ സമയത്ത് ഉമർ ബിൻ ഖത്താബും അലി റളിയല്ലാഹു തആല അൻഹും ഉസ്മാൻ ബിൻ അഫ്ഫാനോട് ഖലീഫയെ അയിമ്മയാണ്. അത് ഇമാമിങ്ങളായിട്ടുള്ള ഖലീഫമാരാണ്. അവർക്ക് ആ ചന്ദ്രനിൽ നിന്ന് പ്രകാശം സിദ്ധിച്ചുകൊണ്ട് അതിനെ മറ്റുള്ളവർക്ക് പ്രകടമാക്കുന്ന ആളാണ്. അത്തരത്തിലുള്ള ആളുകൾ, 100 കണക്കിന് ആളുകൾ, 1000 ആളുകൾ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഖലീഫ ഉണ്ടാവുക. കാരണം ആ ഖിലാഫത്തിന്റെ ആത്മീയ മഖാമിനെ സംരക്ഷിക്കുന്ന ആളുകളാണ് അവർ. ആ തെരുവിലെ ആളുകളാണ് അവർ. അതിൻ്റെ സ്ഥാനം എന്തെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ കൂട്ടി വായിക്കേണ്ടത് മുഹിദ്ദീൻ അറബിയുടെ ആ വാക്കുകൂടെയാണ്. ഒരു കാലഘട്ടത്തിൽ 1000 ഔലിയാക്കളും അവർക്കൊരു ഖാത്തമുൽ ഔലിയാവും ഉണ്ടായിരിക്കുമെന്ന് മുഹിദ്ദീൻ അറബി തഫ്സീർ ഖുർആനുൽ ഹക്കീമിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം
അത്തരത്തിലുള്ള ആളുകൾ വേറെയും ഉണ്ടായിരിക്കും. അതിലേറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളായിരിക്കും ഖലീഫ എന്നാണ്. അതേസമയത്ത് അവർ ആ ഖിലാഫത്തിനെയാണ് തങ്ങളുടെ നേതൃത്വമായിട്ട് കാണുന്നത്. ആ ഖിലാഫത്തിൽ നിന്ന് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ അവൻ വല്ലം ബാവൂറായി മാറും. മൂസാ നബിയുടെ കാലത്ത് ഇൽഹാം ഉണ്ടായിരുന്ന ആളുണ്ട്. മൂസാ നബിയുടെ അനുഗ്രഹം പോലെ ഇൽഹാം ഉണ്ടായ ആളാണ്. ആ ആളുടെ അവസ്ഥ എന്തായിരുന്നു? ഖുർആൻ പറയുന്നു, വലൗഷീനാല റഫഅനാഹു, അദ്ദേഹത്തിന്റെ വലിയ ഒരു മഹനീയ സ്ഥാനത്തേക്ക് ഞാൻ ഉയർത്തുമായിരുന്നു അദ്ദേഹത്തെ. ലേക്കിൻ വലാക്കിന്നഹു അഖ്ലദ ഇലൽ അർളി, ഭൂമിയിലേക്ക് തരംതാണു പോവുകയാണ് ചെയ്തത്. അതിന് കല്ലെടുത്താലും കുരക്കും കല്ലെടുത്തിലേലും കുരക്കും എന്ന മസലുഹു മസലിൽ കൽബി, പട്ടിയെപ്പോലുള്ള ഒരു അവസ്ഥയാണ് അവൻ്റെതെന്ന് ഖുർആൻ വിവരിച്ചുവെങ്കിൽ ഇൽഹാമും വഹിയും ഒക്കെ ലഭിക്കുന്ന ആളുകൾ ഉമ്മത്തിൽ അഹമ്മദിയ ജമാഅത്തിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ചില ആളുകൾ വിചാരിക്കുന്നത് ഖലീഫ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇടക്കിടക്കൊക്കെ ഓരോ വഹി എവിടുന്നോ കൊഴിഞ്ഞാടിന് കിട്ടുന്നതാണ്. അങ്ങനെയല്ല. റൂഹുൽ ഖുദ്സിന്റെ തായീദ് ഏത് നിമിഷവുമുള്ള ആളാണ്. റൂഹുൽ ഖുദ്സ് ജിബ്രീലിന്റെ സാന്നിധ്യം എല്ലാ സമയത്തുമുള്ള ആളാണ് ഖലീഫത്തുള്ള എന്ന് പറയുന്ന ആള്. അത്തരത്തിലുള്ള സാധാരണ ഖലീഫത്തുള്ളമാർ, അതായത് ഖലീഫ സ്ഥാനത്തേക്ക് എത്തുന്ന ആളല്ല, സാധാരണ അള്ളാഹുവിന്റെ സിഫത്ത് കൊണ്ട് മുത്തസിഫായ, അള്ളാഹുവിന്റെ ഗുണങ്ങളാൽ കണ്ണാടി പോലെ അള്ളാഹുവിനെ കാണാവുന്ന ആളുകളൊക്കെയാണ് ഖലീഫത്തുള്ള എന്ന് പറയുന്നത് എന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഗ്രന്ഥത്തിൽ ഹഖീഖത്തുൽ വഹീയുടെ ആദ്യ പേജുകളിൽ എഴുതിയിട്ടുണ്ട്. അവരുടെ കരങ്ങൾ അള്ളാഹുവിന്റെ കരങ്ങളായിരിക്കും, അവരുടെ ദൃഷ്ടികൾ അള്ളാഹുവിന്റെ ദൃഷ്ടികളായിരിക്കും, അവരുടെ ചെവി അള്ളാഹുവിന്റെ കാതായിരിക്കും, അവരുടെ നാക്ക് അള്ളാഹുവിന്റെ നാക്കായിരിക്കും. അവർ കോപിച്ചാൽ അള്ളാഹുവിന്റെ കോപം നിങ്ങൾക്കിറങ്ങും. അവർ നിങ്ങളോട് സംതൃപ്തമടയുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സംതൃപ്തി കിട്ടും. ആ തരത്തിലുള്ള സ്ഥാനത്തുള്ള ആളുകളെയാണ് ഖലീഫത്തുള്ള എന്ന് പറയുന്നതെന്നും അത്തരത്തിലുള്ള ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ ജമാഅത്തിൽ ഉണ്ടാകുമെന്നും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. അത് തന്നെയാണ് ഇസ്ലാമിക ലോകത്ത് ആദ്യം നമ്മൾ കാണുന്നത്. അത് അള്ളാഹുവിന്റെ ഇംഗിത മനസ്സ്, ഖുൽ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പൂർണ്ണമായി അനുസരിക്കുകയാണെങ്കിൽ ഇൻ തുതിഉഹു തഹ്തദു, നിങ്ങൾക്ക് ഹിദായത്ത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ ഹിദായത്തിൽ ചരിച്ചുകൊണ്ടിരിക്കും. ആ അനുസരണ വൃത്തത്തിൽ നിന്നുകൊണ്ട് വല്ലം ബാവൂർ നേരെ തിരിഞ്ഞപ്പെടുന്നുണ്ടായി, വലാക്കിന്നഹു അഖ്ലദ ഇലൽ അർളി, ഭൂമിയുടെ പാതാളത്തിലേക്ക് അവൻ ചവിട്ടി താഴ്ത്തപ്പെട്ടു. ആ വിധത്തിലുള്ള അധോഗതിയിലേക്ക് എത്തിപ്പോയി. ഇൽഹാമും വഹിയൊക്കെ ഉള്ള ആൾക്കാണ് സംഭവിച്ചത്. ഇത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വഹിയും ഇൽഹാമും ഉള്ള ആളുകളുണ്ടായിരുന്നു. ഖുർആന്റെ വചനം റസൂലുള്ളാഹിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തനിക്ക് തോന്നിയ ആളുണ്ടായിരുന്നു, ഉബയ്യ് ഇബ്നു സർഹ് എന്ന് പറയുന്ന ആളെ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം മുർത്തദായി പോവുകയാണ് ചെയ്തത്. അതേപോലെ ഈ ആത്മീയ സാന്നിധ്യം, ഈ സായുജ്യം അടയാൻ ശക്തരായിട്ടുള്ള ആളുകൾ അവരുടെ കാര്യത്തിൽ ഹുങ്ക് കാണിക്കുമ്പോൾ, അഹങ്കാരം കാണിക്കുമ്പോൾ അവിടെ നിന്ന് തെറിച്ചു പോകും. അതേ സമയത്ത് നിസാമെ ജമാഅത്തിനോടുള്ള അടുപ്പം, ജമാഅത്തുമായിട്ടുള്ള ബന്ധം, അത് ഈ ഖിലാഫത്തുമായിട്ടുള്ള ബന്ധം ഇല്ലാത്ത ഒരാൾക്ക്, നിസാമെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഖിലാഫത്തിന്റെ ബന്ധത്തിലാണ് അത് ഉണ്ടാകുന്നത്. അതിലിപ്പോ ഖലീഫ തെറ്റ് ചെയ്യൂല എന്നൊക്കെയാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. ഖിലാഫത്തിൽ നിന്ന് തെറ്റല്ല, റസൂലുള്ളാഹിൽ നിന്ന് അപകടങ്ങൾ സംഭവിക്കുന്നു. റസൂലുള്ള പറയണം, എന്റെ മുമ്പിൽ 2 കേസ് വരും, ഒരാൾ 2 കാര്യങ്ങൾ അവകാശികൾ വരും. ഒരാളുടെ അവകാശം കൂടുതലാണെന്ന് വാക്ചാതുരി കൊണ്ട് ഞാൻ അയാൾക്ക് വേണ്ടി വിധിച്ചു പോകും, പക്ഷെ അയാൾ കൊണ്ടുപോകുന്ന നരകത്തിന്റെ കഷ്ണമാണ്, അവനൊന്നും കിട്ടുകയില്ല. മറ്റേ ആളുടെ എന്താണോ നഷ്ടം വരുന്നത് അത് അള്ളാഹ് നികത്തും. ഖലീഫത്തുൽ മസീഹ് ഖാമിസ് സയ്യിദ് അല്ലാഹു തആല ബിൻ അസീസ് പറയണ, എൻ്റെ അടുത്ത് കേസ് വരും, ഞാൻ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് വെച്ച് വിധിക്കും. എന്നാൽ ആ റിപ്പോർട്ട് വെച്ച് വിധിക്കപ്പെട്ട ആൾക്ക് എന്തെങ്കിലും വിധത്തിൽ കുറവുകൾ അള്ളാഹു വരുത്തുകയില്ല. കാരണം ഖിലാഫത്ത് ദായിമിയാണ്, അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ്. ഇത് നിരന്തരം ഖിയാമത്ത് വരെ നിലനിൽക്കേണ്ട ഖിലാഫത്തായതുകൊണ്ട് അത് അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പായതിനാൽ അവിടെ നിന്ന് വരുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഗൈറത്തിന്, അള്ളാഹുവിന്റെ രോഷത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ആ തീരുമാനം അപകടകരമായിട്ടുള്ളതാണെങ്കിലും അപകടങ്ങളിൽ നിന്ന് അള്ളാഹു സ്വയം അവനെ രക്ഷിക്കുക എന്ന് അള്ളാഹുവിന്റെ സുന്നത്താണ്. ഇത് അനുഭവവേദിതരായിട്ടുള്ള ആളുകളാണ് അഹമ്മദികളായ നമ്മൾ. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ശക്തമായി അനുഭവിച്ച് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് അഹമ്മദികളായ നമ്മൾ. അതിലൊരിക്കലും ആ ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള അപകടവും വരികയില്ല. അത് അള്ളാഹു അകറ്റിക്കളയും. ഇതാണ് ഖിലാഫത്തിൽ അള്ളാഹുവിന്റെ റൂഹുൽ ഖുദ്സിന്റെ തായീദ്, റൂഹുൽ ഖുദ്സിന്റെ യഥാർത്ഥത്തിലുള്ള ശക്തി ഖിലാഫത്തിന്റെ കൂടെയുണ്ട് എന്നതിന് മറ്റൊരു തെളിവ്. ഈ തെളിവിൽ നിന്ന്, ഈ ഒരു നിസാമിൽ നിന്ന് അകന്നു നിന്നാൽ,
സ്വാഭാവികമായും അകന്നു നിൽക്കുന്ന ഷൈത്താന്റെ വിളികൾക്ക് ഉത്തരം നൽകുവാനുള്ള ഹൃദയം പക്വമായിട്ടുള്ള നിലമായി മാറും. അവിടെ അവൻ വിത്തുകൾ വിതക്കും, അവിടെ നിന്ന് അവൻ കൊയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെയാണ് ജമാഅത്തിന്റെ പുതിയ തലമുറയെ നാം ഖിലാഫത്തുമായി ബന്ധിതമായി നിർത്തണം എന്ന് ഖലീഫത്തുൽ മസീഹ് സാലിസ് നമ്മെ ഉപദേശിച്ചത്. ഈ അപകടത്തിൽ ചെന്ന് ചാടുന്നതിന് എപ്പോഴും എല്ലാ സമയത്തും നമ്മുടെ മക്കളെ നമ്മളും സ്വന്തം തെർബിയത്തും നമ്മുടെ മക്കളെയും നമ്മൾ ആ തെർബിയത്തിൽ നിന്ന് അകന്നു പോയാൽ, നിസാമിൽ നിന്ന് അകന്നു പോയാൽ, ജമാഅത്ത് പ്രോഗ്രാമുകളിൽ നിന്ന് മാറി നിന്നാൽ, നിസാമെ ജമാഅത്തിന് കൂടെ നിൽക്കാതിരുന്നാൽ സ്വാഭാവികമായും അവിടെ വന്ന് വിത്ത് വിതയ്ക്കുന്നത് ഈ ശൈത്താനിക ശക്തികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് സംരക്ഷിക്കുന്ന അയിമ്മ എന്ന് വിചാരിക്കുന്ന ആ അയിമ്മത്തിന്റെ യഥാർത്ഥത്തിലുള്ളൊരു ഖിലാഫത്തുണ്ട്. അതാണ് ഖിലാഫത്തിൽ നിന്ന് നിർണയിക്കപ്പെടുന്ന സംവിധാനം നിസാമെ ജമാഅത്ത്. അതിനെ ഒരിക്കലും നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്ത് ശൈത്താന് കയറാനുള്ള വഴികളാണ് തുറന്നു കൊടുക്കുന്നത്. ഒരിക്കലും ഖിലാഫത്തിൽ നമ്മുടെ പരാതി എന്തുണ്ടെങ്കിലും ഖിലാഫത്തിലേക്ക് എത്തിക്കാം. അവിടുന്ന് എന്ത് തീരുമാനം വന്നാലും നമുക്ക് പ്രശ്നമില്ല. അത് തെറ്റായ തീരുമാനമാകട്ടെ ശരിയായ തീരുമാനമാകട്ടെ, അള്ളാഹുവാണ് അതിന്റെ സമാനത്ത്, അതിന്റെ ജാമ്യം എടുത്തിട്ടുള്ളത്. അതേസമയത്ത് ഖിലാഫത്തിൽ നിന്നുള്ള ഒരു ചെറിയ വാക്ക്, അണു അളവ് മാറ്റി പ്രവർത്തിക്കാമെന്ന ചിന്ത വന്നാൽ അവിടെ വെച്ച് ശൈത്താന് കയറാനുള്ള സ്ഥലം നമ്മൾ ഒരുക്കി കൊടുക്കും. ഖിലാഫത്തിന്റെ ഒരു വള്ളി പുള്ളി വ്യത്യാസം, അതിന്റെ സാഹചര്യം അതാണ്, ഇതിന്റെ സാഹചര്യം ഇതാണ്, അതിന്റെ അതൊന്നാണ് ഇതെന്നാണെന്നുള്ള വ്യാഖ്യാനം കൊണ്ടുവരുന്നത് ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറള, ഹൃദയങ്ങളിൽ രോഗമുള്ള ആളുകൾക്ക് ഖുർആൻ ഇറങ്ങുമ്പോഴും ആ രോഗം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഖുർആനാകുന്ന കലാം ഇറങ്ങുമ്പോഴും രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാം നമ്മുടെ ഹൃദയത്തിൻ്റെയാണ് യഥാർത്ഥത്തിൽ എപ്പോഴും രോഗത്തെ മാറ്റിക്കൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ട് ഇതിനെ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഖിലാഫത്ത് നമ്മുടെ വാതിലാണ് അള്ളാഹുവിലേക്ക് കയറിപ്പോകാൻ. ആ വാതിൽ നിന്ന് വരുന്നത് എന്താണ്? അത് നമുക്ക് വേണ്ടിയുള്ളതാണ്. അവിടെ നിന്ന് വെച്ച് നീട്ടുന്നത് ഏത് വിധത്തിലുള്ള ഭക്ഷണമാണെങ്കിലും അത് നമ്മുടെ ജലമാണ്, നമ്മുടെ ജീവൻ നിലനിർത്തുന്നുള്ള ഭക്ഷണമാണ്. അതിനെ തട്ടിത്തെറിപ്പിച്ച ഇൻ തവല്ലൗ, നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ അള്ളാഹു എന്താണോ അദ്ദേഹത്തെ ബാധ്യതപ്പെടുത്തിയത് എന്താണോ അതാണ് നിങ്ങൾക്ക് അദ്ദേഹത്തിനുള്ളത്. നിങ്ങളുടെ ബാധ്യത നിങ്ങൾക്കുമുണ്ട്. ഒമൻ കഫറ ബാദദാലിക, അതിനുശേഷം ആരെങ്കിലും നിരാകരിക്കുകയാണെങ്കിൽ, ഒരു ചെറിയ കൽപ്പനയെ നിരാകരിക്കുകയാണെങ്കിൽ അവൻ ഫാസിക്കാണെന്നാണ് പറഞ്ഞത്, സാധാരണ വാക്കല്ല. അതുകൊണ്ട് ഖിലാഫത്തിന്റെ കൽപ്പന ഏതാണെങ്കിലും അവിടെ നിൽക്കുക എന്നുള്ളതാണ്. അതിന് മക്കളെ നിലനിർത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞത് ഖിലാഫത്ത് എന്നതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിലാഫത്ത്. അതാണ് മുജദ്ദിദ് ആളം. 1000 വർഷങ്ങളിൽ 13 ഖലീഫമാർ വേറെയും വന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ മൂസാ നബിയുടെ സമുദായത്തിൽ മൂസാ നബിയാണ് ആദ്യത്തെ ഖലീഫ, മൂസാ നബിയാണ് ആദ്യത്തെ മുജദ്ദിദ് ആസം, പ്രവാചകനായ മൂസ. അതിനുശേഷം 13 ഖലീഫമാർ അവിടെയും വന്നു. അടുത്ത സഹസ്രത്തിൽ ഈസാ നബി അലൈഹി സ്വലാം വന്നു. അതേപോലെ തന്നെ അടുത്ത സഹസ്രത്തിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. അതിന് ശേഷമുള്ള ഖിലാഫത്ത് നിങ്ങൾ സാധാരണ കേൾക്കുന്ന അൽ വസിയത്തിന്റെ ഉദ്ധരണി വായിക്കണം. അതിനുശേഷം അങ്ങോട്ട് പോകണം. അത് നിങ്ങൾ കേൾക്കുന്നതാണ്, സാധാരണ കേൾക്കുന്ന വിഷയം. അതുകൊണ്ട് ഞാനത് രണ്ടാമത് എടുക്കുന്നില്ല. അത് ഖിയാമത്ത് വരെ നിലനിൽക്കുമെന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനം സുമ്മ തകൂനു ഖിലാഫത്തിൻ അലാ മിൻഹാജിൻ നുബുവ, നുബുവത്ത് രീതിയിലുള്ള ഖിലാഫത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞതിന് ശേഷം സുമ്മ സക്കത്ത, പിന്നെ റസൂലുള്ളാഹി ഒന്നും പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഇനി ഏതെങ്കിലും കാലത്ത് വേറെന്തെങ്കിലും സംഭവിക്കുമെന്നെങ്കിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വ്യാഖ്യാനങ്ങളിലുണ്ട്, മസീഹിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട് പിൽക്കാലത്ത് വരാനിരിക്കുന്ന സംഭവങ്ങളും അന്ന് എന്തെല്ലാം സംഭവിക്കുമെന്നുള്ളതും. പക്ഷെ 1000 വർഷം വരെ ഇതിന് യാതൊരു വിധത്തിലുള്ള കോട്ടവും സംഭവിക്കുകയില്ല എന്ന് ഇൽമേ ലദുന്നി ലഭിച്ചിട്ടുള്ള മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മോട് പറയുന്നു എന്ന് മാത്രമല്ല, അത് മസീഹ് ആണ് ആ നൂറ്റാണ്ടിന്റെ മുജദ്ദിദെങ്കിൽ മുജദ്ദിദിന്റെ കാലഘട്ടത്തിൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ നിർത്തില്ല. 1000 നൂറ്റാണ്ടിലേക്കുള്ള മുജദ്ദിദാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, മസീഹ് മൗഊദിന്റെ വാക്കുകൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആ മുജദ്ദിദിന്റെ കാലഘട്ടത്തിൽ തന്നെ കുഴപ്പമുണ്ടായി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ വൃത്തികേടാണ്. ആ മുജദ്ദിദ് പറഞ്ഞതനുസരിച്ചുള്ള ഖിലാഫത്താണ് പിന്നെ മുമ്പോട്ട് നീങ്ങേണ്ടത്. ആ ഖിലാഫത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ടുള്ള അവസ്ഥ മനുഷ്യകുലത്തിന് അനുഗുണമായിട്ടുള്ളതല്ല എന്നതുകൊണ്ടാണ് ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന സ്ഥലത്ത് അമലും ഈമാനും പറഞ്ഞു. അമലെ സാലിഹും ഈമാനും. ഖിലാഫത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ സ്ഥലങ്ങളിലും ഈമാനും അമലെ സാലിഹും പറഞ്ഞു. സ്വർഗത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ സ്ഥലത്ത് അതിനെതിരിലുള്ള ഇബിലീസിനെ കുറിച്ച് പരിചയപ്പെടുത്തി.
ഖിലാഫത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ സ്ഥലത്ത് അതിനെതിരിലുള്ള ശൈത്താനെ കുറിച്ചും പരിചയപ്പെടുത്തി. സ്വർഗത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ സ്ഥലത്ത് മുജാഹിദയെ കുറിച്ച് പരിചയപ്പെടുത്തി. ശൈത്താനെ കുറിച്ച് പരിചയപ്പെടുത്തിയ സ്ഥലത്ത് ജഹന്നമിലേക്കുള്ള വഴിയെ പരിചയപ്പെടുത്തിയ സ്ഥലത്ത് സ്വേച്ഛയെക്കുറിച്ച്, സ്വന്തം ഈഗോയെയും സ്വന്തം ഇച്ഛയെയും പരിചയപ്പെടുത്തി. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നിസാമെ ഖിലാഫത്തിന്റെ ബർക്കത്ത്, അനുഗ്രഹം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ മനസ്സിലാക്കി ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ.